അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കുട്ടികളെ, 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. കാരണം ഈ വീഡിയോ നമ്മൾ കുറച്ച് സമയമെടുക്കും. പാഠത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ പാഠം നിസ്കാരത്തെക്കുറിച്ച് മൊത്തത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ പണ്ട് ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട്, നിസ്കാരം ആർക്കാണ് നിർബന്ധമാകുക, നിസ്കാരം സമയത്തെ തൊട്ട് തെറ്റിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് അറബിയിലേക്ക് മാറ്റിയതാണ് ഈ ഒന്നാം പാഠം. നമുക്കറിയാം, പുതിയ 7ാം ക്ലാസ്സിൽ അഥവാ പുസ്തകം മാറിയ ഈ വർഷം മുതൽ 7ാം ക്ലാസ്സിലെ ഫിഖ്ഹ് അറബിയിലാണ്. അപ്പോൾ നമ്മൾ ഈ അറബിയുടെ പുസ്തകം നമുക്ക് ഓരോ വാക്കും വായിച്ച് മനസ്സിലാക്കി പ്രധാനപ്പെട്ടത് നോട്ട് ചെയ്തിട്ട് പോവാം. ഹാഫിളു അലസ്വലവാത്ത്, നിസ്കാരങ്ങളുടെ മേലെ നിങ്ങൾ സൂക്ഷിക്കുക. അയ്യുഹൽ വലതുൽ അസീസ്, പ്രിയപ്പെട്ട കുട്ടി. ഖദ് തഅല്ലംത, നീ പഠിച്ചിട്ടുണ്ട്. അന്ന സ്വലവാത്തിൽ ഖംസ, 5 വക്ത് നിസ്കാരങ്ങൾ ഫർളുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ്. ബാലിഗിൻ, പ്രായപൂർത്തിയായ, ആഖിലിൻ, ബുദ്ധിയുള്ള, ത്വാഹിരിൻ, ശുദ്ധിയുള്ള. അപ്പോൾ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറബിയാണിത്. ഫർളുൻ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ത്വാഹിരിൻ. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വരാറുണ്ട്, ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് പഠിക്കണം. എന്താണ്? അലാ കുല്ലി മുസ്ലിമിൻ, മുസ്ലിമിൻ എല്ലാവർക്കും കിട്ടും. ബാലിഗിൻ ആഖിലിൻ ത്വാഹിരിൻ. അടുത്തത് ഫഇന്നഹ അഫ്ളലുൽ ഇബാദാത്ത്, നിസ്കാരം എന്താണ്? ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വ അഅ്ളമു ത്വാആത്ത്, അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഏറ്റവും മുഖ്യമായതുമാണ്. ബഅദ ഷഹാദത്തൈൻ, 2 ഷഹാദത്ത് കലിമക്ക് ശേഷം. വഹിയ, നിസ്കാരം അവ്വലുമാ യുഹാസബു ബിഹി അൽ അബ്ദു, അടിമയോട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന കാര്യവും കാണും യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. അപ്പോൾ അന്ത്യദിനത്തിൽ അഥവാ ഖിയാമത്ത് നാളിൽ അള്ളാഹു നമ്മോട് ആദ്യം ചോദിക്കുന്ന നമ്മൾ നിസ്കാരത്തെക്കുറിച്ചാണ്. എന്നെങ്ങനെ അറബി പറയാം? അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. യുഹാസബു എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യുക, നമ്മളത് ചോദ്യം ചെയ്യാന്നർത്ഥം. ആദ്യത്തെ എന്നുള്ളതിന് അവ്വല്. അപ്പോൾ അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വലാത്ത്. എന്താ ഉത്തരം? അസ്വലാത്ത്. ഇനി ഹദീസാണ്, ഹദീസ് കാണാതെ പഠിക്കാം. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ദീന, മതമില്ല, ലിമൻ ലാ സ്വലാത്തലോ, ഒരാൾക്ക് നിസ്കാരം അല്ലെങ്കിൽ അവന് ദീനില്ല. വ ഇന്നമാ മൗളിഉ സ്വലാത്തി, തീർച്ചയായും നിസ്കാരത്തിൻ്റെ സ്ഥാനം, മിനദ്ദീനി, നമ്മുടെ മതത്തിൽ ദീനിൽ നിസ്കാരത്തിൻ്റെ സ്ഥാനം, മൗളിഉർ റഅസി മിനൽ ജസദ്, ശരീരത്തിലെ തലയുടെ സ്ഥാനത്താണ്. ശരീരത്തിൽ തല ഏറ്റവും പ്രധാനപ്പെട്ട, ഒരാൾ തല പോയാൽ പിന്നെ അവന് കാര്യമില്ലല്ലോ. അതേപോലെയാണ് നിസ്കാരം അല്ലെങ്കിൽ പിന്നെ അവന് ദീനില്ല. ഇത് ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. വഹിയ ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അറബിയാണ് ഇമാദുദ്ദീൻ. ഇമാദ് എന്ന് പറഞ്ഞാൽ തൂണ്. അപ്പോൾ ഇമാദുദ്ദീൻ ദീനിൻ്റെ തൂണാണ്. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്വലാത്തു, നിസ്കാരം, ഇമാദുദ്ദീൻ, ദീനിൻ്റെ തൂണാണ്. ഫമൻ അഖാമഹ, ആരെങ്കിലും അതിനെ നിലനിർത്തിയാൽ ഫഖദ് അഖാമദ്ദീൻ, അവൻ ദീനെ നിലനിർത്തി. വമൻ ഹദമഹ, ആരെങ്കിലും അതിനെ പൊളിച്ചു കളഞ്ഞാൽ ഫഖദ് ഹദമദ്ദീൻ, ഓൻ ദീനിനെ പൊളിച്ചു. എന്ന് പറഞ്ഞാൽ തൂണാകുമ്പോൾ അങ്ങനല്ലേ, തൂണ് ഉണ്ടാകുമ്പോഴാണ് ഒരു ബിൽഡിങ് നിൽക്കുക. ആ തൂണ് പൊട്ടിയാലോ ബിൽഡിങ് പൊളിഞ്ഞു വീഴും. അതേപോലെ തന്നെയാണ് ദീനിൻ്റെ തൂണാണ് നിസ്കാരം. നിസ്കാരം അല്ലെങ്കിൽ പിന്നെ അവന് ദീനില്ല, അത്രേ പറയാനുള്ളൂ. ഇനി അടുത്തത് അൽ മുഹാഫളത്തു അലസ്വലവാത്ത്, നിസ്കാരത്തിൻ്റെ മേൽ സൂക്ഷിക്കൽ. യജിബു അദാഉ സ്വലാത്തി വക്തിഹൽ മുഹദ്ദദ്, യജിബു നിർബന്ധമാണ്, അദാഉ സ്വലാത്തി നിസ്കാരം വീട്ടൽ, ഫി വക്തിഹ അതിൻ്റെ സമയത്ത്, അൽ മുഹദ്ദദ് നിർണയിക്കപ്പെട്ട, ക്രമീകരിക്കപ്പെട്ട, കൃത്യമാക്കപ്പെട്ട ഒരു സമയത്തിനുള്ളിൽ നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അയ്യ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്വലാത്തു അലാ വഖ്തിഹ,
നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കലാണ്. മറ്റൊരു റിവായത്തിൽ അസ്സലാത്തു അല അവ്വലി വക്തിഹ എന്നും കാണാം, നിസ്കാരം ആദ്യ സമയത്ത് നിസ്കരിക്കലാണ്. ഏതായാലും നിസ്കാരം സമയത്ത് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇങ്ങനെ വരും, അയ്യുൽ അഹ്മാലി അഹബ്ബു ഇലല്ലാഹ് അസ്സലാത്തു അല വക്തിഹ. അടുത്ത് ഇദാ ഫാത്തത്തി സ്വലാത്തു ബിഉദ്രിൻ, ഇത് നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് വരും. നിസ്കാരം കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടാൽ കന്നൗമി ഉറക്കം പോലെ, വൻ നിസിയാനി മറവി പോലെ, മറവി ഉറക്കം പോലത്തെ കാരണങ്ങളെ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഫയജിബുൽ ഖലാഉ, അവൻ്റെ മേൽ ഖലാ വീട്ടൽ നിർബന്ധമാണ്. വയുന്തബുൽ മുബാദറത്തു ബിഹി, അതിലേക്ക് പെട്ടെന്ന് ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അതിലേക്ക് ഉളരണം. മുബാദറത്ത് പറഞ്ഞാൽ സ്പീഡാക്കണം എന്ന് പറഞ്ഞാൽ അത് ഖലാ വീട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്നാക്കണം, അത് സുന്നത്താണ്, അല്ല നിർബന്ധമാണ് അല്ലേ. ഇദാ ഫാത്തത്തി സ്വലാത്തു ബിഗൈരി ഉദ്രിൻ, അങ്ങനല്ല, അത് തെറ്റിയാണ്. വൈജിബുൽ ഖലാ വീട്ടൽ നിർബന്ധമാണ്, വൈന്തബുൽ മുബാദറത്ത് ബി, ഞാൻ പറഞ്ഞോടത്ത് തെറ്റിയിട്ടുണ്ട്. വൈജിബുൽ ഖലാ വീട്ടൽ നിർബന്ധമാണ്, വൈന്തബുൽ മുബാദറത്ത് ബി ഉളരൽ എന്താണ്, സുന്നത്താണ്. പിന്നെ ഇദാ ഫാത്തത്തി സ്വലാത്തു ബിഗൈരി ഉദ്രിൻ, ഇനി കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടു, ഫൽസമു അലൈഹി, അപ്പോൾ അവൻ്റെ മേൽ നിർബന്ധമാണ് അൽ ഖലാഉ ഫൗറൻ, പെട്ടെന്ന് ഖലാ വീട്ടൽ നിർബന്ധമാണ്. മാത്രമല്ല വസർഫു ജമീ ഔഖാത്തിഹി, എല്ലാ സമയവും തിരിക്കണം, ലിൽ ഖലായി ഖലാ വീട്ടാൻ, മാലാ ബുദ്ധ മിൻഹു, അവൻ അത്യാവശ്യ കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സമയവും എന്തിനു വേണ്ടി ചെലവഴിക്കണം, ഖലാ വീട്ടാൻ വേണ്ടി ചെലവഴിക്കണം. അതായത് ഭക്ഷണം കഴിക്കുക, ടോയ്ലറ്റ് പോവുക, അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പോയിട്ട് ബാക്കിയുള്ള സമയമൊക്കെ ഖലാ വീട്ടാൻ ചെലവഴിക്കണം. എപ്പോൾ ബിഗൈരി ഉദ്രിൻ, കാരണമില്ലാതെ ആകുമ്പോൾ. രണ്ടിടത്തും ഖലാ വീട്ടൽ നിർബന്ധമാണ്. മറ്റൊരിടത്ത് എന്താണ്, സാവധാനം ഖലാ വീട്ടിയാൽ മതി, സ്പീഡ് ഖലാ വീട്ടൽ സുന്നത്തേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, പെട്ടെന്ന് ഖലാ വീട്ടൽ നിർബന്ധമാണ്, അതാണ് വ്യത്യാസം. അടുത്ത് യക്ഫുറു ജാഹിദു വുജൂബിഹ, എന്താ അർത്ഥം, നിസ്കാരം നിർബന്ധമില്ല എന്ന് ഒരാൾ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ അവൻ കാഫിറാകും. യക്ഫുറു, ഒരാൾ കാഫിറാകും. ജാഹിദ് വുജൂബിഹ, നിസ്കാരത്തിന്റെ നിർബന്ധത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർബന്ധമല്ല എന്ന് ഒരാൾ പറഞ്ഞു, എന്നാൽ എന്താവും, കാഫിറാകും. അടുത്തത് അസ്വലാത്തു, നിസ്കാരം, ലാ തസ്ഖുതു, അത് ഒഴിവാകൂല, മാദാമൽ അഖലു സാബിത്ത, ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം ഒഴിവാകൂല. യജിബു അലൽ മരീദി, രോഗിയുടെ മേൽ നിർബന്ധമാണ്, അൻ യുസല്ലിയ, അവൻ നിസ്കരിക്കൽ, ഹസ്ബ ഖുദ്റത്തിഹി, അവൻ്റെ കഴിവിനനുസരിച്ച്. വകദാലിക ഫീ ഹാലത്തി ഷിദ്ദത്തിൽ ഖൗഫ്, അതുപോലെ യുദ്ധം കാരണം യുദ്ധത്തിൽ ഭയന്നോടുന്ന സമയത്തും ഇപ്രകാരം തന്നെ ഹസ്ബ ഖുദ്റത്തിഹി നിസ്കരിക്കണം, അഥവാ കഴിയുന്ന പരമാവധി നിസ്കരിക്കണം. യുസല്ലി അലാ ഹസ്ബി ഇസ്തിത്വാഅതി, അതെ അവൻ്റെ കഴിവിനനുസരിച്ച് അവൻ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. വഫഖനല്ലാഹു, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ലിൽ മുഹാഫളത്തി അല സ്വലവാത്ത്, നിസ്കാരത്തിൽ സൂക്ഷിക്കാൻ, ആമീൻ. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് അറബിയിലാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ചോദ്യവും അറബിയിലായിരിക്കും. ചോദ്യത്തിൻ്റെ മലയാളം ഒരുപക്ഷെ ക്ലാസ്സിലുള്ള ഉസ്താദ് പറഞ്ഞു തന്നേക്കും, പക്ഷെ അറബിയിൽ ഉത്തരം എഴുതാൻ നമ്മൾ പഠിക്കണം. അതിനെന്താ വഴി, അറബി കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത് നമ്മൾ ഈ പാഠത്തുനിന്ന് കാണാതെ പഠിക്കണം. ഒന്നാമത്തെ മൗദിഉ സ്വലാത്തി മിനദ്ദീനി മാഹുവ, നിസ്കാരത്തിൽ ദീനിൻ്റെ സ്ഥാനം എന്താണ്. ഇതാ പറഞ്ഞു, എന്താ, മൗദിഉ സ്വലാത്തി മിനദ്ദീനി കമൗദിഇർ റഅസി മിനൽ ജസദ്, എന്താ ഇതുണ്ട്, കമൗദിഇർ റഅസി, തലയുടെ സ്ഥാനം പോലെയാണ്, മിനൽ ജസദ്, ശരീരത്തിന്, കമൗദിഇർ റഅസി മിനൽ ജസദ്. അടുത്തത് മാദാ യജിബു അലാ മൻ ഫാതതുഹു സ്വലാത്തു ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ട ഒരാൾക്ക് എന്താണ് നിർബന്ധമാവുക. അപ്പം എന്താ പറയുക, ഫയൽസമു അലൈഹിൽ ഖലാഉ ഫൗറൻ, പെട്ടെന്ന്, സ്പീഡിൽ എന്ന് പറയുന്നതിന് ഫൗറൻ എന്നാ പറയുക, ഫൗറൻ. അപ്പോൾ എന്താ പഠിക്കേണ്ടത്, ഫയൽസമു അലൈഹിൽ ഖലാഉ ഫൗറൻ, ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ വസർഫു ജമീ ഔഖാതിഹി ലിൽ ഖലാഇ ഇല്ലാ മാ ലാ ബുദ്ദ മിൻഹു. അപ്പോൾ ഇതിങ്ങനെ കാണാതെ പഠിക്കണം. അവൻ്റെ മേൽ ഖലാ വീട്ടൽ, പെട്ടെന്ന് ഖലാ വീട്ടൽ നിർബന്ധമാണ്. അവൻ്റെ സമയങ്ങളിൽ മുഴുവനും ഖലാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാണ്, അത്യാവശ്യ കാര്യം ഒഴികെ. അപ്പം എങ്ങനെ പറയാം, ഫയൽസമു അലൈഹിൽ ഖലാഉ ഫൗറൻ വസർഫു ജമീ ഔഖാതിഹി ലിൽ ഖലാഇ ഇല്ലാ മാ ലാ ബുദ്ദ മിൻഹു.
ഇതിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാല്ല, അതുപോലെ കാണാതെ പഠിക്കുക, വേറൊരു മാർഗ്ഗമല്ല. അപ്പോൾ ഇവിടെ കാരണം കൂടാതെയാണ്. കാരണം കൂടാതെ എന്നുള്ളതിന് എന്താണ്? ബിഗൈരി ഉദിരി. ഇനി ചോദ്യം ബി ഉദിരിയും വന്നാൽ എങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതുക? അപ്പോൾ എന്താ പറയുക? യജിബു ഖളാഉ വയുന്തബുൽ മുബാദറത്തു. എന്താണ്? യജിബുൽ ഖളാഉ വയുന്തബുൽ മുബാദറത്തു. യജിബുൽ ഖളാഉ വയുന്തബുൽ മുബാദറത്തു. അങ്ങനെ പഠിക്കാം. അടുത്ത് കൈഫ യുസല്ലിൽ മരീളു. രോഗി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അപ്പം എന്താണ്? അൻ യുസല്ലിയ ഹസ്ബ ഖുദ്റത്തിഹി. അപ്പോൾ യുസല്ലിയ ഹസ്ബ ഖുദ്റത്തി എന്ന് എഴുതിയാലും മതി. യുസല്ലിയ ഹസ്ബ ഖുദ്റത്തി. ഞാൻ ഏറ്റവും ഷോർട്ടാക്കണം, ഇതൊന്നും എഴുതണമെന്നില്ല. ഇതൊക്കെ എഴുതണേ കുറേ പഠിക്കണ്ടേ. അതിനേക്കാളും നല്ല പിന്നെ ചോദ്യത്തിലുണ്ടാവും കൈഫ യുസല്ലിൽ മരീളു പറയുമ്പോൾ ഈ കൈഫ കട്ട് ചെയ്തിട്ട് ബാക്കി എഴുതിയാൽ മതി. യുസല്ലിൽ മരീളു അൻ യുസല്ലിയ ഹസ്ബ ഖുദ്റത്തിഹി. മനസ്സിലായോ? യുസല്ലിൽ മരീളു, മരീളു നിസ്കരിക്കണം, ഹസ്ബ ഖുദ്റത്തിഹി. പിന്നെ യുസല്ലി വേണ്ട, ഹസ്ബ ഖുദ്റത്തിഹി. അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ അറബി ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അറബി ചോദ്യത്തിലുള്ള കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യുക? ഉത്തരത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത അസ്സലാത്തുൽ ഖംസു ഫർളുൻ അലാമൻ. ഏതാണ് ടിക്കിടാനാ? അതായത് 5 വക്ത് നിസ്കാരം ആരെ മേലിൽ നിർബന്ധമാവുക? അലാ സഗീരിൻ, ചെറിയ കുട്ടീൻ്റെ മേലിൽ. അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ, അലാ കാഫിരിൻ. ഏതാണ് ശരി? ഇതാണ് ശരി, എല്ലാവർക്കും അറിയാം അല്ലേ? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള. അടുത്ത അസ്വലാത്തു ഇമാദുദ്ദീൻ. ഇമാദുദ്ദീൻ ദീനിൻ്റെ തൂണ്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്. ഏതാ? സ്വലാത്ത് അല്ലേ? അടുത്ത മൻ അഖറ സ്വലാത്ത് ബിഗൈരി ഉദ്രിൻ. കണ്ടോ? ഉദ്ർ കാരണം കൂടാതെ നിസ്കാരം പിന്തിച്ചാൽ എൽസം അലൈഹിൽ ഖളൗ ഫൗറൻ അമില ഖൈറൻ ലൈസ അലൈഹി ഷൈഉൻ. ഏതാ ഉത്തരം? ഇതാണ് ഉത്തരം. ഇതാണ് നമ്മൾ പാഠത്തിൽ കണ്ടു. ബാക്കിയുള്ള വാക്കൊന്നും നമുക്ക് പരിചയം തന്നെ അല്ലേ അല്ലേ? എൽസം അലൈഹിൽ ഖളൗ ഫൗറ. അടുത്ത ഇംലയിൽ ഫറാഗ്. എന്താണ്? ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആണ്. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. ഏതാണ്? അസ്വലാത്തു. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം ഏതാണ്? അസ്വലാത്തു, നിസ്കാരമാണ്. അടുത്തത് അസ്വലാത്തു ലാ തസ്ഖുതു മാദാമൽ അഖലു സാബിത. ഇത് കാണാതെ പഠിക്കണം. അപ്പോൾ മാദാമൽ അഖലു സാബിത. അസ്വലാത്തു ലാ തസ്ഖുതു മാദാമൽ അഖലു സാബിത. അടുത്ത് സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഹബ്ബു ഇല. അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടതൊക്കെ ചോദ്യോത്തരത്തിൽ വന്നു. ഇത് തന്നെയാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത്. അയ്യുൽ അഅമാലി ഇലല്ലാഹ് ഖാല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അസ്സലാത്തു അലാ വക്തിഹ. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ടതൊക്കെ ഇതിൽ വന്നു. പിന്നെ അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ വമൻ ഹദമഹ ഫഖദ് ഹദമദ്ദീൻ. ആ ചോദ്യം ഇനി വരാത്തുള്ളൂ. അടുത്തെന്താ? ഇത് പ്രാക്ടിക്കലാണ്. നബസാൻ ഔഖാത്തി സ്വലാത്തുൽ ഖംസില്ലത്തി സല്ലൈനാഹ മുൻദു 3 അയ്യാമിൻ മാദിയത്തിൻ. അത് പ്രാക്ടിക്കലാണ്. അപ്പോൾ ഇതാണ് ഈ പാഠം. അപ്പോൾ അറബി പിന്നെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫിഖ്ഹിനെ കുറിച്ച് എല്ലാവരും അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.